ഒരു റേഡിയോ 20% ലാഭത്തിൽ 720 രൂപയ്ക്ക് വിറ്റു. റേഡിയോയുടെ വാങ്ങിയ വില എത്ര? റേഡിയോ 20% ലാഭത്തിൽ, അപ്പം ലാഭശതമാനം നമുക്കറിയാം 20%, പ്രോഫിറ്റ് പെർസെൻ്റ് ആണ് 20%. 720 രൂപയ്ക്ക് വിറ്റു, വിറ്റ വില അറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം 720 രൂപ. നമ്മൾ കാണേണ്ടത് റേഡിയോയുടെ വാങ്ങിയ വില, റേഡിയോയുടെ കോസ്റ്റ് പ്രൈസ് കാണണം. അപ്പം ഇത് ഈ വിറ്റ വിലയും വാങ്ങിയ വിലയും ലാഭശതമാനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യമാണ് വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം ബൈ 100. നമുക്കിതിൽ വില കൊടുക്കുക. വിറ്റ വില നമുക്കറിയാം 720 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ വിറ്റ വില 720 സമം വാങ്ങിയ വിലയാണ് കാണേണ്ടത്. അത് ഒന്നുകിൽ വാങ്ങിയ വില എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് എഴുതാം വേണമെങ്കിൽ. ഇൻറ്റു 100 കൂട്ടണം ലാഭശതമാനം, 100ൻ്റെ കൂടെ ലാഭശതമാനം കൂട്ടുമ്പോൾ 120 എന്ന് വരും. 120 ബൈ 100. നമുക്കിതൊരു സമവാക്യമാണ്. എന്ത് കാണണം? എക്സ് കാണണം. അപ്പോൾ എക്സ് കാണുമ്പോൾ എക്സ് ആദ്യം എഴുതുക, സമം നേരിട്ട് എക്സിൻ്റെ കൂടെ ഇൻറ്റു 120 ബൈ 100 ഉണ്ട്, അത് മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. മറുഭാഗത്ത് കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് എന്തുണ്ട്? 720 ഉണ്ട്. ഇൻറ്റു 120 ബൈ 100 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു തന്നെ ഇട്ടിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ ഇടുക, വിക്രമം എഴുതുക. അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുമ്പോൾ 100 ബൈ 120 എന്ന് വരും. നമുക്കിത് വെട്ടിച്ചുരുക്കുമ്പോൾ ഈ 0 വെട്ടിക്കളഞ്ഞാൽ 12 ഇൻറ്റു 6 ആണ് 72. 6 12 72. അപ്പോൾ 6 ഇൻറ്റു 100 600. എക്സ് 600. അതായത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വിലയ്ക്ക് പകരം എക്സ് എടുത്തു, അപ്പോൾ വാങ്ങിയ വില 600 രൂപ.